ഞാൻ ഈ കേരള ധനകാര്യ ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന ഉപക്ഷേപത്തെ എതിർക്കുകയാണ് സർ. സത്യത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഇതുപോലെ ഒരു ധനകാര്യ ബില്ല് എങ്ങനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ വിഷ്ണുനാഥൊക്കെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൻ്റെ, അധസ്ഥിത വിഭാഗത്തിൻ്റെ, സാമൂഹ്യ നീതി ആഗ്രഹിക്കുന്നവരുടെ നീതി നിഷേധമാണ് സത്യത്തിൽ ഈ ബില്ല്. അതുതന്നെയാണ് കോർട്ട് ഫീ. ജീവനാംശത്തിന് വേണ്ടി യാചിച്ച് കുടുംബ കോടതികളിൽ എത്തുന്നവർക്ക് ഇനിയിപ്പം സ്വർണം തിരിച്ചു കിട്ടണമെങ്കിൽ അതിന് ആനുപാതികമായ ഫീ കെട്ടിവെക്കണമെന്ന് പറയുന്ന, അപ്പോൾ അവർക്ക് അനുകൂലമായി നിൽക്കേണ്ട ഒരു ഗവൺമെൻറ് ആ ജനവിഭാഗത്തെ അല്ലെങ്കിൽ ആ സ്ത്രീ സമൂഹത്തെ ഇത്രയും മോശമായ രീതിയിൽ കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ അടുത്ത് സത്യാസാഗർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഫിയർ ആൻഡ് ഹോപ്പ് ഓഫ് പോസ്റ്റ് ദി 4th ജൂൺ എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ ആരാണ് ഇടതുപക്ഷം എന്നതിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയ പരിസരത്തിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഉയർന്നു വന്ന ഏറ്റവും വലിയ ഇടതുപക്ഷ ചിന്തകനും നേതാവും മറ്റാരുമല്ല കോൺഗ്രസ് പാർട്ടിയുടെ ആവേശഭരിതനായ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് സത്യാസാഗർ എന്ന് പറയുന്ന ആക്ടിവിസ്റ്റും ജേർണലിസ്റ്റുമാണ്. അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ദാമോദർ പ്രസാദ് തിങ്കിൽ എഴുതിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് അറിയാത്ത ഏക ഘടകം കേരളത്തിലെ CPM ആയിരിക്കും എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരു പകർപ്പവകാശം അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ ബ്രാൻഡ് എന്ന നിലയിൽ ഇടതുപക്ഷം എന്നത് CPM കുത്തകയായി വെച്ചിട്ടുണ്ടെങ്കിലും പ്രായോഗിക തലത്തിലോ ആശയതലത്തിലോ ഇടതുപക്ഷ നോർമേറ്റീവിനോട് പോലും തെല്ലും യോജിച്ചു പോകുന്നതല്ല CPM ഭരണം എന്നാണ് ദാമോദർ പ്രസാദ് എഴുതിയിട്ടുള്ളത്. കാരണം എന്താണ്? മാൻമെയ്ഡ് ഇൻജസ്റ്റിസുകൾക്കെതിരെ നിൽക്കുന്നതാണ് ഇടതുപക്ഷം. സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ മനുഷ്യനിർമ്മിത അനീതി അതിനെതിരെ നിൽക്കുമ്പോഴാണ് ഇടതുപക്ഷമാകുന്നത്. പക്ഷെ ഇവിടുത്തെ ഇടതുപക്ഷം, അദ്ദേഹം പറയുന്നു, സമ്പത്തിൻ്റെ കുന്നുകൂട്ടലും അപഹരിക്കലും സാമൂഹികമായ മർദ്ദനവും അടിച്ചമർത്തലും സാമൂഹിക വിഭജനങ്ങളും വ്യത്യസ്തതകളുടെ നിർമ്മാർജ്ജനവും എല്ലാം തന്നെ മനുഷ്യനിർമ്മിത അനീതിയാണെങ്കിൽ ആ അനീതിയാണ് ഇന്ന് ഇടതുപക്ഷം എന്ന ഓമനപ്പേരിൽ സ്വയം വിളിക്കാൻ ആഗ്രഹിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് എന്ന് ദാമോദർ പ്രസാദ് പറയുന്നു. സർ, ഇത് തന്നെയല്ലേ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും പറഞ്ഞിട്ടുള്ളത്? അവരും പറഞ്ഞല്ലോ, ഈ പ്രോലിറ്റേറിയനെയും മുതലാളിയെയും തിരിച്ചറിയാൻ സാധിക്കണം എന്ന്. മുതലാളിമാരുടെ ഓശാന പാടുന്ന ആളുകളായി നമ്മൾ മാറരുത് എന്ന് തിരുവനന്തപുരം കമ്മിറ്റി പറഞ്ഞത് എടുത്തെങ്കിലും നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സർ, ഇന്നലെ ചുവന്ന പതാകയായിട്ട് കുറേ ആളുകൾ സമരം ചെയ്യുന്ന കണ്ടു. ഞാൻ വിചാരിച്ചു, ഇതെന്താ ചുവന്ന പതാകയുമായി സമരം? നോക്കുമ്പോൾ CPIയുടെ സർവീസ് സംഘടന ഈ ഗവൺമെൻറ്റിനെതിരെ നടത്തുന്ന സമരമാണ് ഞാൻ കണ്ടത്. കാരണം ഇന്നലെ ജൂലൈ 1 എന്ന് പറയുന്ന ദിവസം ശമ്പള പരിഷ്കരണത്തിൻ്റെ ദിവസമായിരുന്നു. അത് ചെയ്യാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നത് CPIയുടെ സർവീസ് സംഘടനയാണ്. മാത്രമല്ല DA അടക്കം, അതിൻ്റെ പലിശ അടക്കം 19% പണം കൊടുക്കാനുണ്ട് എന്നാണ് പറയുന്നത്. സർ, നമ്മൾ ഈ പണമൊക്കെ സ്വരൂപിക്കാൻ ശ്രമിച്ചിട്ട് ഈ സ്വരൂപിക്കുന്ന പണം നിങ്ങൾ എന്തിനു വേണ്ടി ചെലവഴിക്കും എന്നുള്ളതിനെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്കറിയാം സർ. നികുതി പിരിച്ചെടുത്താൽ ആ പിരിച്ചെടുക്കുന്ന പണം നേരെ ചൊവ്വേ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം സർ. ഈ ടീം ഇന്ത്യ ജയിച്ചപ്പോൾ നമ്മൾ വലിയ ആഹ്ലാദത്തിൽ ഇവിടെ നമ്മൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം എടുത്തു, നമ്മളതിൽ അഭിമാനം കൊണ്ടു. സർ, ഇന്നലെയും ടീം ഇന്ത്യയുടെ അത്യുജ്വലമായൊരു പ്രകടനമാണ് നമ്മൾ ലോകസഭയിൽ കണ്ടത് സർ. ആ ടീം ഇന്ത്യയെ നയിച്ച നായകൻ രാഹുൽ ഗാന്ധിയായിരുന്നു എന്നുള്ളതാണ് അതിലേറ്റവും സവിശേഷമായിട്ടുള്ള സംഭവം സർ. അദ്ദേഹം കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്. ദേശാഭിമാനിക്ക് മാത്രം അത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല.
അതുകൊണ്ട് CPM ഇന്ത്യൻ ഭരണഘടന നിലനിർത്തുന്നതിന് വേണ്ടി എടുത്ത തീരുമാനമാണ് ഇന്നത്തെ വെണ്ടക്ക അക്ഷരം. അതിനകത്ത് ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി നടത്തിയ പോരാട്ടം. സർ, ഓം ബിർളയോട് അദ്ദേഹം പറഞ്ഞത്, പ്രധാനമന്ത്രിക്ക് മുന്നിൽ നിങ്ങൾ ഓച്ഛാനിച്ചാണ് നിന്നതെങ്കിൽ എൻ്റെ മുന്നിൽ നിങ്ങൾ തലയുയർത്തി നിന്നല്ലോ, നിങ്ങൾ വിധേയനാവേണ്ടവനല്ല എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയപ്പോൾ ഓം ബിർള പറഞ്ഞത്, ഞാൻ പ്രായമായവരെ ബഹുമാനിക്കുമെന്നാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞത്, അതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഇരിക്കുന്ന കസേരയെ ബഹുമാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. സ്പീക്കർ എന്ന പദവി സത്യത്തിൽ വിധേയത്വത്തിനുള്ളതല്ല. ഇനി ചരിത്രത്തിൽ നമ്മൾ ഓം ബിർളയെ ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് വിധേയനിലെ തൊമ്മിയെയായിരിക്കും. തൊമ്മി എന്ന് പറയുന്ന കഥാപാത്രമാകേണ്ട ആളല്ല സ്പീക്കർ എന്നുള്ള ഉജ്ജ്വലമായ ഒരു താക്കീതാണ് ഓം ബിർളയ്ക്ക് നൽകിയിട്ടുള്ളത്. അദ്ദേഹം സത്യത്തിൽ ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ അത് RSS അല്ല, BJP അല്ല, അത് അതിലും വിശാലമായതാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പുതിയ രീതിയിലുള്ള ഒരു നെറേറ്റീവ് BJP കൊണ്ടുവരികയാണ്. അദ്ദേഹം ഹിന്ദുവിനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ ദേശാഭിമാനിയിൽ അതാണ് വെണ്ടക്കാക്ഷരത്തിൽ വന്നിരിക്കുന്നത്. BJP അദ്ദേഹത്തെ ഹിന്ദു വിരുദ്ധൻ എന്ന് പറഞ്ഞതാണോ ഇന്നലത്തെ ഏറ്റവും വലിയ പ്രശ്നം? സത്യത്തിൽ RSS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉൾവിളികളെക്കുറിച്ചും അതിൻ്റെ ഐഡിയോളജിയെക്കുറിച്ചും ഇത്രയും ധൈര്യമായി ലോകസഭയിൽ പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതിൽ അദ്ദേഹത്തെ നമ്മൾ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? മാത്രമല്ല, ഇതേ RSSനെതിരെ രാജ്യസഭയിൽ അതേസമയം വേറൊരു പ്രസംഗം നടക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ്റേതായിരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഒരു സവിശേഷതയായി ഞാൻ കാണുന്നത്. അവിടെ നിങ്ങൾക്കറിയാം, രണ്ട് സ്ഥലത്തും ജഗദീപ് ധൻകർ എന്ന് പറയുന്ന ഉപരാഷ്ട്രപതി അദ്ദേഹം അവിടെ വെച്ച് RSSനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചു. നിങ്ങൾ RSSനെതിരെ പറയരുത്. പക്ഷേ മല്ലികാർജുന ഖാർഗെ പറഞ്ഞു, അത് ജാതി വ്യവസ്ഥയെ അനുകൂലിക്കുന്നവരാണ് RSS എന്ന് അദ്ദേഹം സധൈര്യം പറയുകയുണ്ടായി. ആ RSS എന്ന് പറയുന്ന പദം രാജ്യസഭാ രേഖകളിൽ നിന്ന് ഉപരാഷ്ട്രപതി നീക്കിക്കളഞ്ഞു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കാലം എവിടെ എത്തിയിരിക്കുന്നു? ഏത് RSS? ഓർഗനൈസർ എന്ന് പറയുന്ന മാഗസിൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് പറഞ്ഞിട്ടുള്ളത് ത്രിവർണ പതാക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബാഡ് ഓമൻ എന്നാണ്. അതൊരു ചീത്ത ശകുനമാണ് എന്ന് പറഞ്ഞിട്ടുള്ളവരാണിവർ. മാത്രമല്ല, ഭരണഘടന ഉണ്ടാക്കിയ ശേഷം അതേ ഓർഗനൈസറിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാരതീയമല്ല, പകരം മനുസ്മൃതിയാണ് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളവർ ഇന്ന് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലോചിക്കേണ്ടത്, ഭരണഘടനയ്ക്ക് അന്ന് സംരക്ഷണം നൽകിയ ആ പാർട്ടിയുടെ പിൻഗാമികൾ എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഒരു വാക്കെങ്കിലും നിങ്ങൾക്ക് പറയാൻ മനസ്സുണ്ടാകേണ്ടിയിരുന്നു. ഇപ്പോഴും നിങ്ങൾ ഇതിനകത്ത് അദ്ദേഹത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം BJPയുടെ കൂടെ നിൽക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. ഇന്നത്തെ പ്രസംഗമൊന്നും നിങ്ങൾ കേട്ടില്ലേ? മോദിക്ക് ഇനി തലയുയർത്തി നിൽക്കാൻ സാധിക്കുമോ? മോദിക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത വണ്ണം ഒരു പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുള്ള രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കേണ്ടവരാണ് നമ്മൾ. അദ്ദേഹം ഇന്ത്യ ടീമിനെ നയിക്കുമ്പോൾ അവിടെ പാർലമെൻറ്റിൽ CPMൻ്റെ MPമാരും അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെയുള്ളവർ ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. സർ, ധാർഷ്ട്യത്തിന് ഒരിക്കലും നിലനിൽപ്പില്ല സർ. അതുകൊണ്ട് ധാർഷ്ട്യം വെടിയണം എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ തിരുത്തും എന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടാവുമോ? ഞാൻ ആലോചിച്ചു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, നമ്മുടെ തിരുമേനിയെ, കുർലോസ് തിരുമേനിയെ അദ്ദേഹം നിലക്ക് നിർത്തുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, അദ്ദേഹം സ്വയം തീർത്തുമല്ല
പറഞ്ഞത്. മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരുത്തിക്കുമെന്നാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായി. അതുപോലെ തന്നെ എം വി ജയരാജൻ അദ്ദേഹവും തിരുത്താൻ ശ്രമിച്ചത് നമ്മൾ പോരാളി ഷാജിയെ. സർ, ഞാൻ പറയുന്നത് അദ്ദേഹം ഇന്നലെ ഇവിടെ യോഗയെക്കുറിച്ചൊക്കെ പറയണ്ടേ. പക്ഷെ അദ്ദേഹം യോഗയ്ക്കും അദ്ദേഹവും മുൻകൈ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ളവർക്ക് അദ്ദേഹം യോഗ ചെയ്യണം. കാരണം ഈ ദേഷ്യമൊക്കെ മാറണമെങ്കിൽ, കാരണം നമ്മൾ ദേഷ്യം അധികമായി കഴിഞ്ഞാൽ നമുക്ക് മൈക്കിനോടൊക്കെ ദേഷ്യം പിടിക്കും സർ. അതുപോലെ തന്നെ അവിടെ കോമ്പയർ ചെയ്യുന്നവരോടൊക്കെ ദേഷ്യം പിടിക്കും. അപ്പോൾ ഒരു യോഗയൊക്കെ ചെയ്ത് ഒന്ന് ശാന്തമാകാൻ ശ്രമിച്ചാൽ ഇതിൽ നിന്നൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിയുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ വിഷയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല സർ. സർ ആയോ? ഈ നമ്മൾ വ്യക്തിപൂജ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം ഈ അടുത്ത് ആനന്ദ് എഴുതിയിട്ടുള്ള ഒരു ലേഖനമുണ്ട്, 1987 എഴുതിയതാണ്. രാജാവെന്നാൽ ആരമ്മേ രാജാവ് ഈശ്വരൻ മകനെ എന്ന് പറയുന്ന ഒരു പാഠപുസ്തകത്തിലെ പാഠം അദ്ദേഹം എടുത്തുദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അതിനിപ്പോഴും പ്രസക്തിയുണ്ട്. മോദി അദ്ദേഹം ഒരു ദൈവമാണ് എന്ന് സ്വയം പറഞ്ഞു. അദ്ദേഹം രാജാവാണ് എങ്കിലും ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞതിൻ്റെ അനന്തരഫലം അദ്ദേഹം അനുഭവിച്ചു. പക്ഷെ അതേപോലെ ഇവിടുത്തെ രാജാവ് അങ്ങനെ പറയുന്നില്ലെങ്കിലും അനുയായികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ദൈവമാണ് എന്ന്. ഏതോ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ അന്നം തരുന്നവനാണ് ദൈവമെങ്കിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നത്. സർ, അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത് സമയം കഴിഞ്ഞു. സി കെ ആശ 9 മിനിറ്റ്. ആർക്കും കൊടുത്തില്ല. സർ, 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള അതുകൊണ്ട് സർ, ഈ രാജഭക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ കൂടുതൽ അഹങ്കാരികളാക്കും എന്നുള്ളത് കൊണ്ട് തിരുത്തണം എന്ന് ഞങ്ങൾ പറയുന്നില്ല. കാരണം നിങ്ങൾ തിരുത്തിയൊക്കെ വരുമ്പോഴേക്കും കാലം കുറെ കഴിയും. എങ്കിലും നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ നിങ്ങൾ തന്നെ തിരിച്ചറിയാനെങ്കിലും നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ ഉപക്ഷേപത്തെ ശ്രീമതി സി കെ ആശ.